നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. കേരളം എന്നൊരു മരുഭൂമി. ഹരിതഭൂമി എന്ന മേനി നഷ്ടമാക്കി സംസ്ഥാനത്തിന് ഊഷരതയുടെ പുതിയ മേൽവിലാസം. കേരളം വരൾച്ചാബാധിത സംസ്ഥാനമാക്കി സർക്കാരിന്റെ പ്രഖ്യാപനം. നിയമസഭയിൽ റവന്യൂ മന്ത്രിയുടെ പ്രഖ്യാപനം മഴയുടെ അളവിൽ 69% കുറവ് സംഭവിച്ച സാഹചര്യത്തിൽ സ്ഥിതി ആശങ്കാജനകമെന്ന് വിലയിരുത്തൽ. സംസ്ഥാനത്ത് കഴിഞ്ഞ വേനലിനു ശേഷം വിവിധ ജില്ലകളിൽ താപനിലയിലുണ്ടായ വർധനവ് 4 ഡിഗ്രി സെൽഷ്യസ്. പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം ജില്ലകളിൽ ഇക്കുറി വേനലിന് കടുപ്പമേറും. തുലാവർഷം കൂടി ദുർബലമായതോടെ വേനൽ നേരത്തെ തുടങ്ങുമെന്നും കാലാവസ്ഥാ വിദഗ്ധർ. ന്യായീകരണവും മറുപടിയും. കശുവണ്ടി വികസന കോർപ്പറേഷനിലെ അഴിമതി ആരോപണത്തിൽ VD സതീശനെതിരെ മേഴ്സിക്കുട്ടിയമ്മ. അഴിമതി ആരോപണം സ്വകാര്യ മുതലാളിമാരുടെ നിരാശ മറയ്ക്കാൻ. മോഹഭംഗം വന്ന മുതലാളിമാർക്ക് വിടുപണി ചെയ്യുന്ന സതീശൻ മാപ്പ് പറയേണ്ടി വരും. തെറ്റായ ആരോപണം ഉന്നയിച്ച് സഭയെ ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നും മേഴ്സിക്കുട്ടിയമ്മ. അതേസമയം താൻ സഭയിൽ വായിച്ചത് സർക്കാർ ഉത്തരവെന്ന് VD സതീശൻ. തെറ്റായ ആരോപണം ഉന്നയിച്ച് സഭയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല. ആരെയും അവഹേളിക്കുന്ന തരത്തിൽ ഒരു പരാമർശവും നടത്തിയിട്ടില്ലെന്നും MLA. തോട്ടണ്ടി വാങ്ങിയതിൽ സർക്കാരിനെതിരെ ഉയർന്നത് 10 കോടിയുടെ അഴിമതി ആരോപണം. നടപടിക്ക് കാത്തിരിപ്പ്. അനധികൃത സ്വത്ത് കേസിൽ ടോം ജോസിനെതിരായ വിജിലൻസ് റിപ്പോർട്ട് വൈകും. നവംബർ 3-ന് ശേഷമാകും റിപ്പോർട്ട് നൽകുകയെന്ന് ജേക്കബ് തോമസ്. തീരുമാനം വിജിലൻസ് ഡയറക്ടർക്കെതിരായ സർവീസ് ചട്ടലംഘന പരാതി വ്യാഴാഴ്ച ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെ. അതേസമയം ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി KM എബ്രഹാമിന്റെ വസതിയിലെ റെയ്ഡിൽ വിജിലൻസ് SPക്കെതിരെയും നടപടിക്ക് ശുപാർശ. ഉന്നത IPS ഉദ്യോഗസ്ഥന്റെ വീട്ടിലെ റെയ്ഡ് ജേക്കബ് തോമസ് അറിയാതെയും ചട്ടവിരുദ്ധമായും. ഭോപ്പാലിൽ ഏറ്റുമുട്ടൽ. മധ്യപ്രദേശ് ഭോപ്പാലിൽ സുരക്ഷാ ജീവനക്കാരനെ വധിച്ച് ജയിൽ ചാടിയ സിമി ഭീകരർ കൊല്ലപ്പെട്ടു. അതീവ സുരക്ഷാ സന്നാഹങ്ങളുള്ള B ബ്ലോക്കിൽ നിന്ന് രക്ഷപ്പെട്ട 8 തടവ് പുള്ളികളാണ് തീവ്രവാദ വിരുദ്ധ സേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത്. മരിച്ചവരിൽ വാഗമൺ സിമി ക്യാമ്പ് കേസ് പ്രതിയും. സെൻട്രൽ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട ഇവർ ഭോപ്പാലിന് 8 കിലോമീറ്റർ അകലെയുള്ള ഗ്രാമത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു എന്ന് പോലീസ്. കീഴടങ്ങാൻ ആവശ്യപ്പെട്ടിട്ടും പ്രതികൾ തയ്യാറാകാത്തതോടെ വെടിവെക്കുകയായിരുന്നു എന്നും വിശദീകരണം. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ്. ജയിലിൽ കൃത്യവിലോപം നടത്തിയതിന് 4 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തതായി മധ്യപ്രദേശ് സർക്കാർ. ഏറ്റുമുട്ടൽ സംബന്ധിച്ച അന്വേഷണം NIAക്ക് കൈമാറാമെന്ന് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ. വിവാദത്തിൽ വഴിത്തിരിവ്. ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ഹിലരി ക്ലിന്റനെതിരായ ഇമെയിൽ വിവാദം പുതിയ വഴിത്തിരിവിൽ. ഹിലരിയുടെ ഇമെയിലുകൾ പരിശോധിക്കാൻ FBI-ക്ക് അനുമതി. പുതിയതായി കണ്ടെടുക്കപ്പെട്ട മെയിലുകൾ സ്വകാര്യ സെർവറുമായി ബന്ധപ്പെട്ടതാണോ എന്നതിൽ പരിശോധന. അതേസമയം ഇമെയിൽ വിവരങ്ങൾ എത്രയും വേഗം പുറത്തുവിടാൻ FBI-ക്ക് ഡെമോക്രാറ്റുകളുടെ സമ്മർദ്ദം. വിവരങ്ങൾ പുറത്തുവിടാൻ വൈകുന്നത് നവംബർ 8-ന് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഹിലരിയുടെ വിജയത്തെ ബാധിക്കുമോ എന്ന ആശങ്ക. ഇന്നത്തെ സ്വർണ്ണ-വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ-വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2845 രൂപ, പവൻ 22,760 രൂപ, വെള്ളി ഗ്രാമിന് 55 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ-വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം വീണ്ടും കാണാം. നമസ്കാരം.